സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം ഞാൻ രണ്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അത് രണ്ട് മേഖലയാണ്. അത് ഏത് മേഖലയാണെന്നുള്ളത് ഇന്ന് യൂണിവേഴ്സിന് മാത്രമേ അറിയുള്ളൂ. അതിനെക്കുറിച്ചുള്ള രണ്ട് ഗൈഡൻസും ആണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ കാർഡ് റിവീൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഒരു സിറ്റുവേഷനും കിട്ടും. രണ്ടാമത്തെ കാർഡിൽ നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസും കിട്ടും. ആദ്യത്തെ കാർഡ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് മൂൺ എന്ന് പറയുന്ന കാർഡാണ്. മൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഭയത്തിൻ്റെ കാർഡാണ്. ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപ കുറച്ച് കാലങ്ങളിലായിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ആത്മവിശ്വാസക്കുറവ് തോന്നുക, അനാവശ്യമായിട്ട് നമ്മൾ ഭാവിയെ കുറിച്ച് ഓർത്ത് പേടിക്കുക, നമ്മുടെ ഉള്ളിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള എന്താ പറയുക ഭീകര സ്വപ്നങ്ങൾ കാണുക, ഇങ്ങനെയെല്ലാം സമീപകാലത്ത് താങ്കൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏഞ്ചൽ ഗൈഡൻസ് എന്താണ്, അതിനുള്ള സൂചന എന്താണെന്ന് ചോദിച്ചപ്പോൾ കോംപ്രമൈസ് എന്ന് പറയുന്ന കാർഡാണ് പറയുന്നത്. കോംപ്രമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ താങ്കളിപ്പോൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എന്താ പറയുക കോംപ്രമൈസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ചിലപ്പോൾ താങ്കൾ ഒരു മേഖലയിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്ത്, ഇപ്പോൾ കരിയർ ആണെങ്കിൽ കരിയർ മാത്രം, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് മാത്രം, അതായത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവഗണിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഭയം തോന്നുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഒരു ബാലൻസ് കണ്ടെത്താനാണ് ഇന്ന് യൂണിവേഴ്സ് പറയുന്നത്. രണ്ടാമത്തെ ഇതെന്താണ് നമുക്ക് ചോദിച്ചപ്പോൾ അത് പേജ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. പേജ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡ് എന്ന് പറയുന്ന മൈൻഡാണ്, ബുദ്ധിശക്തിയുടെ കാർഡാണ്, കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്, ക്ലാരിറ്റിയുടെ കാർഡാണ്. പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരാൾ റിസ്ക് എടുക്കാൻ നിൽക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ താങ്കൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആരുടെയെങ്കിലും സംസാരിക്കണം, കുറേ നാളുകൾ നമ്മൾ സംസാരിച്ചില്ല, ഇന്ന് 2 വാക്ക് സംസാരിക്കാം എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ പുതിയൊരു ക്ലാരിറ്റി കിട്ടി ഒരു റിസ്ക് എടുക്കാൻ പോവുക, അങ്ങനത്തെ ഒരു അവസരത്തിലാണ് പേജ് ഓഫ് സോർട്സ് വരുന്നത്. അതായത് നമ്മൾ ഇത് കരിയറുമായിട്ട് ബന്ധപ്പെട്ടൊരു കാർഡാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് താങ്കൾ ഇന്ന് നിൽക്കുന്നതെങ്കിൽ ഇന്ന് എന്താണ് ഏഞ്ചൽസ് പറഞ്ഞു ചോദിച്ചപ്പോൾ നോ നീഡ് ടു വറി എന്നുള്ളതാണ്. അതായത് താങ്കളുടെ ഇത് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു പുഷ് തന്നെയാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. ഇപ്പോൾ കിട്ടുന്ന ക്ലാരിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന തോന്നൽ നല്ലതാണ്, അതിൽ താങ്കൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ 2 സന്ദേശങ്ങളാണ് ഇന്ന് യൂണിവേഴ്സ് തരുന്നത്. അപ്പോൾ ഉള്ളിലുള്ള ഭയങ്ങൾ ജീവിതത്തിൽ കോംപ്രമൈസ് ബാലൻസ് കണ്ടെത്തിക്കൊണ്ടും, രണ്ടാമത്തത് പുതിയ എന്തെങ്കിലും ക്ലാരിറ്റി, പുതിയ ഐഡിയ, പുതിയ എന്തെങ്കിലും നമ്മൾ ചെയ്യണം മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്നാണ് പറയുന്നത്. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.